അപ്പം എല്ലാവർക്കും സ്ത്രീകൾക്കെല്ലാം സന്തോഷമായില്ലേ? ഇന്ന് തൊട്ട് KSRTC ബസ്സിൽ ഫ്രീ സർവീസാണ്. എല്ലാവർക്കും സന്തോഷമായി. അതുപോലെ നമ്മൾ വാർത്തയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു നല്ല കാര്യമാണ് സർക്കാർ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു ഇതുമാണ്. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു നല്ല കാര്യമാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം വെച്ചാൽ KSRTC എങ്ങനെ നഷ്ടമാകുന്നു? ഒരു ബസ് ഓടിക്കുന്നതാണ്, അത് ലാഭത്തിലാണ് ഓടിക്കുന്നത്. കേവലം ഒരു ബസ് കൊണ്ട് നടക്കുന്ന ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരു ബസ്, കേവലം ഒരു ബസ് അല്ല 2 ബസ് 3 ബസ് കൊണ്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ നമ്മുടെ ഇതായ ഏറ്റവും വലിയ ഇതായ KSRTC, അതായത് KSRTCക്കാണ് ഏറ്റവും വലിയ പെർമിറ്റുകളുള്ളതും ലോകം കേരളം മുഴുവൻ ഓടാനുള്ള പെർമിറ്റുകൾ അതെല്ലാം KSRTC മാത്രമേ ഉള്ളൂ. മറ്റുള്ള ചെറുകിട ബസ്സുകൾക്കോ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത് നഷ്ടമാകുന്നത്? ഈ ഇതെങ്ങനെയാണ് നഷ്ടമാകുന്നത്? അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ അഴിമതിയാണ്. ആ അഴിമതി കൊണ്ടാണ്. അതായത് ഓരോ ഡിപ്പോകളാണ്. ഓരോ ഡിപ്പോകളിൽ നിന്ന് കൃത്യമായിട്ട് സ്റ്റേറ്റിലോട്ട് പൈസ പോകുകയാണെങ്കിൽ ഇതൊരിക്കലും നഷ്ടമല്ല. പെൻഷനുണ്ട്, ശരി, ഓക്കെ, പെൻഷനുണ്ട്, അതുപോലെ തന്നെ ശമ്പളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഡിപ്പോകളിലുള്ളവരാണ് ഈ അഴിമതി കാണിക്കുന്നത് മുഴുവൻ. ഡിപ്പോകളിൽ നിന്ന് കൃത്യമായിട്ട് പൈസ സ്റ്റേറ്റ് ഇതിലോട്ട് പോകുന്നില്ല. അതാണ് ഇവിടെ നടക്കുന്നത് മുഴുവൻ. ഇതൊക്കെ ആദ്യം അതാണ് പരിശോധിക്കേണ്ടത്. ഓരോ ഡിപ്പോകളിൽ എത്ര ഡീസൽ ചിലവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര മെയിൻ്റനൻസിൻ്റെ ഇത് വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര വാഷിങ്ങിൻ്റെ ഇത് വരുന്നുണ്ട്. ഇതൊക്കെ ആദ്യം ഗവൺമെൻറ് ആദ്യം കറക്റ്റാക്കണം. കറക്റ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നഷ്ടമൊന്നും അല്ല. KSRTC എന്ന് പറയുന്നത് KSRTC ഏറ്റവും വലിയ ലാഭമുള്ള ഒരു മേഖലയാണ്. ഇത് പ്രൈവറ്റിൻ്റെ കയ്യിലോട്ട് കൊടുക്കണം. അപ്പം അറിയാം പണി എന്നാണെന്ന്. മനസ്സിലായല്ലോ?